അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും എൻ്റെ പ്രഭാതവന്ദനം. മിഷൻ 7 വീക്ഷിക്കുന്ന നിങ്ങളെ ഏവരെയും സൗത്ത് കേരള സെക്ഷൻ്റെ ഈ പ്രതിദിന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാനുള്ളതായ വിഷയം പള്ളിയിൽ മാത്രമല്ല ഇടപാടുകളിലും ശരിയായിരിക്കണം. ഇന്നത്തെ ആപ്തവാക്യം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. ഇപ്രകാരം പറയുന്നു: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. ദൈവത്തെ വാസ്തവമായി ഭയപ്പെടുന്നവർ രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കുകയും അവർ ദാരിദ്ര്യത്തിൻ്റെ അപ്പം ഭക്ഷിക്കുകയും ചെയ്യും. അവർ ധനസമ്പാദനത്തിൻ്റെ ആവേശത്തിൽ മുഴുകുകയില്ല. അവർ വിധവകളെയും പരദേശിയെയും അനാഥരെയും പീഡിപ്പിക്കുകയോ അവരുടെ ദേശത്തുനിന്ന് ഓടിച്ചു കളയുകയോ ചെയ്യുകയില്ല. ഇത് അർത്ഥമാക്കുന്നത് ദൈവരാജ്യത്തെ അനുഗമിക്കുവാൻ തീരുമാനിച്ചവർ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തെ പിന്തുടരുക എന്നുള്ളതാണ്. ധനസമ്പാദനത്തിനോ ധനം കുമിഞ്ഞുകൂടുന്നതിനോ അവരുടെ ജീവിതത്തെയോ അവരുടെ പ്രയത്നത്തെയോ അവർ വിനിയോഗിക്കുകയില്ല. ഒരുപക്ഷെ വളരെയധികം ധനം സമ്പാദിക്കുന്നത് ഇന്ന് ക്രൈസ്തവ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായി കണ്ടുവരുന്നു. ഈ ഒരു തെറ്റായ രീതി പലപ്പോഴും സഭ അറിഞ്ഞുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവവിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമുള്ള ഒരു അവസ്ഥയെ നമ്മൾ പിന്തുണയ്ക്കുക ചെയ്യരുത്. കാരണം നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ധനസമ്പാദനം മാത്രമല്ല, ദൈവരാജ്യത്തിന് അനുരൂപമായി ജീവിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പരാധീനത അല്ലെങ്കിൽ അവരുടെ അസൗകര്യം അതൊക്കെ മുതലെടുത്തുകൊണ്ട് സ്വന്തം നേട്ടം ഉണ്ടാക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സ്വാധീനം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ധനത്തോടുള്ളതായ തങ്ങളുടെ ആഗ്രഹം, വർദ്ധിച്ചു വരുന്നതായ ആഗ്രഹം അവരുടെ ആത്മീക ജീവിതത്തിന് വളരെയധികം കോട്ടമുണ്ടാക്കുന്നു. അതവരുടെ മാത്രമല്ല, അവർ പ്രദാനം ചെയ്യുന്നതായ കുടുംബങ്ങളിലും അവരുടെ സഭകളിലും അത് കാണുവാനായിട്ട് സാധിക്കുന്നു. ധനസമ്പാദനത്തോടുകൂടി ധനസമ്പാദന ആഗ്രഹത്തോടുകൂടി ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ തീർച്ചയായിട്ടും അവരുടെ ജീവിത ആഗ്രഹങ്ങൾ ഒരിക്കലും നല്ല രീതിയിൽ കലാശിക്കുകയില്ല. മറിച്ച് ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അവസ്ഥയായിരിക്കും അവർ നേരിടേണ്ടി വരിക. രണ്ടും ധനസമ്പാദനവും ആത്മീയ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു തത്വചിന്ത എല്ലാ വിശ്വാസികളിലും ഉടലെടുക്കേണ്ടതാണ്. കബളിപ്പിക്കുന്നതിനേക്കാളും മോഷ്ടിക്കുന്നതിനേക്കാളും നല്ലത് വിശന്നിരിക്കുക എന്നുള്ള തത്വവും അവർ പാലിക്കേണ്ടതാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായ പ്രയാസങ്ങൾ, പരാധീനതകൾ, കഷ്ടതകളൊക്കെയും അത് വിളിച്ചറിയിക്കുന്നത് നമ്മൾ ദൈവത്തോട് എത്രമാത്രം അടുത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ഈ ഭൂലോകത്തിൻ്റേതായ സൗകര്യങ്ങൾ അവർക്ക് വളരെയധികമായിരിക്കാം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായ കാര്യമില്ല. നമ്മുടെ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം തമ്പുരാൻ ഒരു പ്രതിഫലം തരും. അത് പൂർണ്ണമായും മാറ്റിത്തരുമെന്നുള്ളതായൊരു വിശ്വാസത്തോടു കൂടെ ഇരിക്കുക. ധനസമ്പാദനത്തിനാകരുത് നമ്മുടെ ജീവിതം. അതിൻ്റെ ലക്ഷ്യം ദൈവശക്തിക്കും ദൈവ അധികാരങ്ങൾക്കും അപ്പുറമല്ല. നമ്മൾ ആ അധികാരത്തിന് കീഴിലായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമൊക്കെയും ആലയത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് എല്ലാ ഇടപാടുകളിലും, ആലയത്തിന് വെളിയിലിറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലുടനീളം ആ സത്യസന്ധതയും ദൈവത്തോടുള്ള കടപ്പാടും മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ ജീവിക്കേണ്ടത്. അതിനായിട്ട് ഈ പ്രഭാതം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
സ്നേഹവാനും കാരുണ്യവാനുമായി ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് നല്ലൊരു ചിന്തയെ അവിടെ നിന്ന് നൽകിയതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ലോകം തരുന്നത് പോലെയുള്ള സുഖസൗകര്യങ്ങളും സന്തോഷവുമല്ല അങ്ങ് തരുന്നതെന്ന് അടിയങ്ങൾ മനസ്സിലാക്കി അതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രഭാതം ഓരോ മക്കൾക്കും ഏറ്റവും അനുഗ്രഹപ്രദമാകുവാനും ദൈവത്തോട് ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതുമാകുവാൻ ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളുടെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് കൃപ ചെയ്യുമാറാകണം. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലേ സ്തോത്രം. സ്ഥലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.